ഇപ്പോൾ പട്ടാമ്പി മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പട്ടാമ്പി എന്ന് പറയുന്നത് 8 ലോക്കൽ ബോഡി ചേർന്നാണ്. പട്ടാമ്പി മുനിസിപ്പാലിറ്റി 7 പഞ്ചായത്തുകളും ചേർന്നാണ്. അതിന്റെ വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സാണ് കൂടുതൽ. 60,000 വോട്ട്, 37% വോട്ട് നേടിയിരിക്കുകയാണ്. LDF 54,000 വോട്ട്, അതേഴ്സ് 33,000 വോട്ട്, NDA 16,000 വോട്ടുമാണ്. അതുപോലെ കോൺഗ്രസ് പട്ടാമ്പിയിൽ അത്ര സ്ട്രോങ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും UDF മെമ്പർമാർ നോക്കി 80 മെമ്പർമാരുണ്ട്, LDF 52 ഉണ്ട്, അതേഴ്സ് 33, BJP 1. ഇനി അവിടെ മത്സരാർത്ഥികളെ നോക്കിയാൽ പട്ടാമ്പിയിൽ സത്യത്തിൽ സിറ്റിംഗ് MLA എന്നാണ് മുഹമ്മദ് മുഹസിൻ. അദ്ദേഹം കഴിഞ്ഞ വലിയൊരു മാർജിന് ജയിച്ച മണ്ഡലമാണ്. 50%, പകുതി വോട്ടോളം ഈ കഴിഞ്ഞല്ല 2016 മുതൽ തുടർച്ചയായിട്ട് അദ്ദേഹം ജയിക്കുകയാണ്. സ്ഥിരമായിട്ട് നല്ലൊരു വോട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അദ്ദേഹം തന്നെയാണ് നിൽക്കുന്നത്. കോൺഗ്രസിന്റെ TP ഷാജി, BJPയുടെ P മനോജ്. പാലക്കാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാമ്പി നമ്മൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ മുഹമ്മദ് മുഹസിൻ CPIയുടെ സ്ഥിരം സീറ്റാണ്, 10 കൊല്ലമായിട്ടാണ്. എന്നാൽ ഇത്തവണത്തെ കുറച്ച് ഭരണവിരുദ്ധത ഉണ്ട്. കാരണം ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ UDF ഫ്രണ്ട് വന്നിരിക്കുകയാണ്. സാധാരണ LDFന്റെ കോട്ടകളാണ് ഇതൊക്കെ. അപ്പം ആ ഒരു ട്രെൻഡ് നിലനിർത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. UDF എന്തായാലും 60,000 മുതൽ വേണമെങ്കിൽ 2,000-3,000 വോട്ട് കൂടെ കൂട്ടും. 62,000-63,000 വോട്ടെത്തും. LDFന്റെ വോട്ട് കുറഞ്ഞ രണ്ടാമതെത്തും. BJP ചെറിയൊരു പ്രസൻസ്, ചിലപ്പോൾ BJPയുടെ വോട്ടായിരിക്കും അങ്ങോട്ട് മറിയുന്നത്. എന്തായാലും എഫക്റ്റീവ്ലി പട്ടാമ്പി UDF ഒരു അട്ടിമറി വിജയം നേടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്കിപ്പം നോക്കുവാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് UDFന്, ഏറ്റവും കൂടുതൽ മെമ്പർമാർ 80 പേരും ഉണ്ട്. അതൊരു ട്രെൻഡായിട്ട് തന്നെ നിലനിൽക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ പട്ടാമ്പി UDFനാണ് അനലൈസ് ചെയ്യുന്നത്.